നമസ്കാരമുണ്ട്. ഞാൻ പോകുന്നതേ, ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മനോജിൻ്റെ. അതായത് നമ്മുടെ ആർട്ടിസ്റ്റ് ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ് മനോജിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അനുവിന് വേണ്ടിയിട്ട്, അനുവിൻ്റെ PR ഒന്നല്ല ഞാൻ, പക്ഷേ അങ്ങനെ എന്തൊക്കെയോ തുടങ്ങിയിട്ട് എന്തൊക്കെയോ പാട്ടിലൂടെ ഒക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അനുവിൻ്റെ PR ശരിക്കും ദൈവമാണെന്ന് കേട്ട വഴിക്ക് നെഞ്ച് തകർന്നു പോയി. കാരണം തമ്പുരാനിപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ഇട്ട് തുടങ്ങിയെന്ന് ആലോചിച്ചിട്ടേ പറയുന്നത് രൂപത്തിന് അവിടെ സോറി. അല്ല, ഈ മനോജിനൊക്കെ തലയ്ക്ക് വല്ല പ്രാന്തണ്ടാ? അല്ല, ഇങ്ങനത്തെ വിടുവായ്ത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് മൊഴിയാൻ ഇവനൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? ഈ അനുവിനായാലും മറ്റുള്ളവർക്കായാലും PR ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമല്ലേ? കാശ് കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഈ വേലയ്ക്ക് ചെയ്യാനായിട്ട് കുറേ പേരെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? എൻ്റെ മനോജ, നീയൊക്കെ വേറെ വല്ല ഇപ്പോൾ ചെയ്യണ പണീനെ കുറിച്ചൊരു വർണ്ണിച്ചില്ലേ? അതൊക്കെ നല്ല രീതിയിൽ പോയി ചെയ്യേ. വെറുതെ ഇങ്ങനെ വന്ന് വധം കേൾക്കല്ലേ. അപ്പോൾ പോയിട്ട് വല്ല സീരിയലിലോ ഡബിങ്ങോ ഒക്കെ നീ ചെയ്യും. അതേപോലെ തന്നെ തങ്കച്ചൻ്റെ വീഡിയോ ഉണ്ട്. തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ അനുവിനെ സപ്പോർട്ട് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് തങ്കച്ചനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു സ്റ്റാർ മാജിക്കിൽ കല്യാണപ്പുരത്തിന അനുവായിട്ട് ആളൊന്നും മിങ്കിൾ ചെയ്തത് അനുവിൻ്റെ ഇതില്ല. കോമഡി ആയിട്ടായിരിക്കാം, പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, അനുവിനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ തങ്കച്ചൻ്റെ കോമഡി ആ ഗ്യാപ്പിൽ അനു ഈ ഒരു സാറ്റർജി ആ സാധനം അങ്ങനല്ല, അതല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ ഇന്ന് ആര്യം വന്നപ്പോൾ ആര്യനോട് പറയണ്ടായിരുന്നു, ആദ്യമായിട്ട് ക്രഷ് തോന്നിയ ആളല്ലേ. അപ്പൊ അഭിലാഷിനോട് പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ട് കൂട്ടത്തില്, കൂട്ടത്തിൽ കാണാൻ ഗ്ലാമറുള്ള നീയാ, പക്ഷെ നീ കെട്ടിപ്പോയല്ലോ എന്ന്. ഇവളെ കൊണ്ട് ശരിക്കും ഈ കൊച്ചിന് ബുദ്ധിയില്ലായ്മയാണോ അതോ ക്യാമറ ഒക്കെ ഇരിക്കിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വലിയ ബുദ്ധി പോകുന്നില്ല എന്നാണോ? ഒരു പിടുത്തില്ല. ഈ ലൈവാണ് ഈ പോകുന്നത്. ഇവള് ഈ TV മാത്രമേ ബിഗ് ബോസ് കണ്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഈ ലൈവ് ഇങ്ങനെ ഒരു പരിപാടിനെ കുറിച്ച് ചിന്തിച്ചല്ലേന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ പറയാൻ വന്നതൊന്നല്ല, ചിരിച്ചു പോയതാ. അപ്പൊ ഇത് പറയാൻ വന്ന വെച്ചാ, ഈ സാധാരണക്കാരായ കുറെ ജന്മങ്ങൾ അതിൻ്റെ ഉള്ളില് മത്സരാർത്ഥികളായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്ന, എന്താ പറയാ, കുലമഹിമയുള്ള ഭക്തിസാന്ദ്രമായ കുറെ ആൾക്കാരുണ്ടല്ലോ. അവരുടെ അടുത്ത് പറയാനുള്ളത്, ഈ സാധാരണക്കാർക്ക് വേണ്ടിയെങ്കിൽ ആ തിരുവായുന്ന് തുറക്ക്. ഈ അനീഷിനോ നെവിനോ ഈ ആദിലനൂറയ്ക്കോ, ഈ ആദിലനൂറയും ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ചവിട്ടി മെതിക്കാനുള്ള കാരണം ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടാണോ? അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കില്ല പോയി. സാധനം അവർക്കൊരു ആളും ഒരു മറ്റേ അലമ്പുണ്ടാക്കാനൊന്നും പോണില്ല. പണിയെടുത്തല്ല കുട്ടികൾ കഴിക്കണേ. അതുകൊണ്ട് ചിരിക്കാൻ വയ്യ. ഈ നെവിന് വേണ്ടിയിട്ടോ അനീഷിന് വേണ്ടിയിട്ടോ അതൊക്കെ ഒന്ന് തിരുവായും തുറക്കുക. അതായത് ഈ ആർട്ടിസ്റ്റുകള്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ മോന്ത കാണുമ്പോൾ ആ TV ഓഫ് ചെയ്ത് വെച്ച് പോയി ഇനി മുതല് അനുവിന് വേണ്ടി മാത്രമേ സംസാരിക്കുമ്പോഴേ ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് വിചാരിച്ചത്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ ബിൻസി ആയിട്ടുള്ള ആ തല്ലുമ കാണുന്നതിൽ കണ്ടല്ലോ. ബിൻസിയുടെ ഈ ഇത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, തൊട്ടപ്പുറത്ത് അപ്പാനി ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ സദാചാരം പൊട്ടിമുളച്ച് കൊച്ചു വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. ആ ബിൻസി അങ്ങനെ ഇരിക്കരുത്, അവിടെ ഒരാണാണ്, അതിൻ്റെ ചാരിത്രം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഒരു കഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അപ്പാനി രണ്ടാമത്തെ റീഎൻട്രി ചെയ്തപ്പോഴേ ഈ അനുമോളൊരു മഞ്ഞ ഒരു ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, അത് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഇരുന്നേക്കണ കോലം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പാനി അന്നും അപ്പാനി തന്നെ, ഇന്നും അപ്പാനി തന്നെ. ഈ അപ്പാനിയുടെ അടുത്ത് വന്നിരുന്നേക്കണ ആ സ്റ്റൈല്, ആ വീക്ഷിച്ച് ഏകദേശം ഒന്ന് ഓർത്തെടുക്കുക. ലൈവ് കണ്ടവർക്കൊന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ആ ഇരിപ്പും മറ്റേ ഇരിപ്പും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഇരിപ്പാണ് അടിപൊളി, ആ ഇരിപ്പൊന്നുമില്ല. അല്ല, ഞാന് ഈ ചിരിയ വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ സദാചാരം കളിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. ഇന്ന് അക്ബർ ഇരുന്ന് കരയണ കണ്ടു. അവൻ്റെ
വുഡ് ബിയുടെ ഫേസ്ബുക്കിൽ വേറെ കയറി അനു ആർമീസ് കയറി തേപ്പും തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ, ഈ ആർമിക്കാരായിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ഇതേപോലെ വല്ല ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ രോക്ഷങ്ങൾ പുറത്തു വരും. അല്ലാണ്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് മയില് കിട്ടാനോ, സോറി, എന്ത് കിട്ടാനാ? ആ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ചിരിച്ചത് ഓക്കെ, ഇപ്പോഴും പറയല, കളിയാക്കി ചിരിച്ചതല്ല, ആരെയും കണ്ണീരിന് ബലമിക്കാതെ ചിരിച്ചതല്ല, ഒറ്റയ്ക്ക് നിൽക്കണം. ഫ്രണ്ട്സ് ഒന്നും വേണ്ട എനിക്ക്, ഒക്കെ കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ടാണ് ഫ്രണ്ട്സുകൾ മാറി മാറി വരുന്നതും. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഫേസ്ബുക്ക് പേജായിട്ട് കണ്ടു, കേരള സ്ത്രീയാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ ഒരു ഇതൊക്കെ കണ്ടു. എല്ലാവരും ഇപ്പൊ അത് പറയാൻ മറന്നുപോയി. ടോപ്പ് 5 ഇതിപ്പൊ 2 പോകും, എപ്പോൾ 2 പോകുന്നും പറഞ്ഞിരുന്ന ടീമുകള് ടോപ്പ് 7 പറഞ്ഞപ്പോ മിണ്ടാട്ടം മുട്ടി. മക്കളെ, ബിഗ് ബോസ് ഒക്കെ മാറി, നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഇപ്പോഴും. അപ്പൊ ശരി, എന്നാ മനോജ, ശരി. അപ്പൊ മനോജിന്റെ അടുത്ത് പറയാനുള്ളത്, മര്യാദയ്ക്ക് ഡബിങ്ങിനും ആക്ടിങ്ങിനും പോണതായിരിക്കും നിനക്ക് നല്ലത്, ഈ സീസൺ കഴിഞ്ഞ വരെയെങ്കിലും.